വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിയുടെ സഞ്ചാരം തുടരുകയാണ്. മാങ്കാണിയിലെ കടയിലും കരടി കയറിയതായി ഇപ്പോൾ സംശയം. കടയിലെ സാധനങ്ങൾ വലിച്ചുവാരി പുറത്തിട്ട നിലയിലാണ്. കരടിയെ പിടികൂടാനുള്ള വനംവകുപ്പിൻ്റെ ദൗത്യം തുടങ്ങി. മാങ്കൂണിയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുന്നു. സുർജിത്ത്, കരടിയൊന്നും വന്നില്ല, ഞാൻ വെറുതെ ആശംസ, പിന്നെ ഞാൻ ആലോചിച്ച എൻ്റെ അപകടം. ഗുഡ് മോർണിംഗ് അഗെയിൻ, പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഞാനിപ്പോൾ നിൽക്കുന്നത് മാങ്കാണി എന്ന് പറയുന്ന, നേരത്തെ ആ മാങ്കാണി തറവാട്ടിൽ കരടി കയറി എന്നുള്ള കാര്യം, പഞ്ചസാര ഉൾപ്പെടെ എടുത്തുകൊണ്ടുപോയി എന്നുള്ള കാര്യം വ്യക്തമായതാണ്. അതിൻ്റെ ഏതാണ്ട് തൊട്ടടുത്ത്, അധികം ദൂരമൊന്നുമില്ല, അങ്ങനത്തെ ഒരു കടയിലാണുള്ളത്. സോമശേഖരൻ എന്ന് പറയുന്ന ആളുടെ കടയാണിത്. ഈ കടയിൽ കരടി കയറിയിട്ടുണ്ട് എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു. സോമശേഖരൻ തന്നെ ആ അനുഭവം പറയും. ഈ വാതിൽ ഇത് പൊളിച്ചിരിക്കുകയാണ്. ഈ വാതിൽ പൊളിഞ്ഞ നിലയിലാണ്. ഈ വാതിൽ പൊളിച്ച ശേഷം ഇതിൻ്റെ അകത്ത് കയറി സാധനങ്ങളെല്ലാം തന്നെ വലിച്ചു വാരിയിട്ട നിലയിലാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അദ്ദേഹം രാവിലെ തന്നെ എത്തുമ്പോൾ ഇത് വല്ല കള്ളന്മാരും കയറിയതാണെന്നുള്ള ആദ്യഘട്ടത്തിൽ സംശയിച്ചു. പിന്നീട് നടത്തിയ ആ ഒരു അന്വേഷണത്തിലാണ് ഇത് കരടിയാണ് എന്നുള്ളത് വ്യക്തമായത്. ഈ ചുവരെല്ലാം തന്നെ വിണ്ട നിലയിലാണ്. ഇത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. പക്ഷേ ഇന്ന് വന്ന് നോക്കുമ്പോൾ ചില അസ്വാഭാവികതകൾ കണ്ടു. ആ അസ്വാഭാവികത അത് കരടി കയറിയതാണ് എന്നുള്ള തരത്തിലുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് സോമശേഖരേട്ടാ സംഭവിച്ചത്? ഇങ്ങോട്ടുന്നുള്ളൂ, ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഞാൻ അതിരാവിലെ വരുമ്പോൾ ഈ കട തുറക്കാൻ വേണ്ടി നോക്കുമ്പോൾ വാതിൽ ചവിട്ടി പൊളിച്ച് അങ്ങോട്ട് മറച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനാകെ ഭയന്നു പോയി, ഇത് കള്ളൻ കയറി എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയോന്ന്. അപ്പോൾ ഉള്ളിൽ കയറി നോക്കുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ, സവാള, തക്കാളി, പിന്നെ കുറച്ച് ജ്യൂസുകളുടെ പാക്കറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ വാരി വിതറി അതിലൊക്കെ കുറച്ച് തക്കാളിയൊക്കെ എടുത്ത് കഴിച്ചിട്ട് അതിലൊക്കെ ഇതായി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതാരപ്പോൾ ഇങ്ങനെ ഇതിൽ നോക്കുമ്പോൾ അങ്ങനെയാണ് ഇത് കരടി താഴെയും വന്നു. പിന്നെ ഇന്നലെ രാത്രി ഒരു 9:30 സാധാരണ കട അടയ്ക്കുന്നത്. ആ കട അടയ്ക്കുന്ന അവസരത്ത് അടച്ച് ഇതിൽ പോകുമ്പോൾ ഒരു വലിയൊരു ഇതുപോലെ പോകുന്ന കണ്ടിരുന്നു. അപ്പോൾ നമ്മളാകെ ഭയന്നോ, ഇതുവരെ കാണാത്തൊരു സംഭവമാണ്. അപ്പോൾ കരടി തന്നെയാണ് എന്നുള്ളതാണ് ഇതൊരു വ്യക്തമായിട്ട്. ഇത് പൊളിച്ച് അപ്പുറത്ത് മറച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയുള്ളത്. ഇത് കണ്ടില്ലേ, ഇത് ശരിക്കും താക്കോലൊക്കെ ഇട്ട് പൂട്ടിയ പുറത്തുനിന്ന് വെച്ചത്. ഇത് ചവിട്ടി പൊളിച്ച് ഈ കട്ടയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പുറത്ത്. അങ്ങനെ വാരി വിതറി മൊത്തം നാശമായിട്ടുണ്ട്. എന്തോ ഒരു ഭാഗ്യം ഇന്നലെ പഞ്ചസാരയൊക്കെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചത്, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ലോണൊക്കെ എടുത്തിട്ട് തുടങ്ങിയ കടയാണ്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഉദ്ഘാടനം കഴിഞ്ഞു ഈ സംഭവം ഉണ്ടായത്. ഇത് തുടങ്ങിയിട്ട് ഒരു കുറച്ച് വർഷമായി കട. ഇതിൻ്റെ ഇടയ്ക്ക് സ്റ്റോപ്പായിപ്പോയി കുറച്ച് ഇത് പ്രശ്നങ്ങൾ കൊണ്ട്. അങ്ങനെ രണ്ടാമതും തുടങ്ങിയതായിരുന്നു. അങ്ങനെ ഇത് വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടപ്പോൾ ആകെ നമുക്ക് വല്ലാത്തൊരു ഇത് വന്നു. പക്ഷെ ഒന്നും ഭാഗ്യത്തിന് എടുത്തുകൊണ്ട് പോയിട്ടില്ല. അത് വാരി വിതറി ഭക്ഷണ സാധനങ്ങൾ കഴിച്ചു എന്നുള്ളത് സത്യമാണ്. എന്തായാലും ഇത്തരം അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് ആദ്യഘട്ടത്തിൽ കള്ളൻ കയറിയതാണെന്നാണ് അദ്ദേഹം കരുതിയത്. പക്ഷേ അങ്ങനെയല്ല, ഒരു സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ എല്ലാം വലിച്ച് വാരിയിട്ട നിലയിലാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പല ഭാഗങ്ങളിലായി തെരച്ചിൽ തുടരുന്നുണ്ട്. പനമരം ഭാഗത്തേക്ക് കരടിയുടെ സഞ്ചാരം നീങ്ങിയതായുള്ള വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ട്. എന്തായാലും പനമരം കഴിഞ്ഞാൽ അത് അപ്പുറത്തേക്ക് പയ്യമ്പള്ളി തിരികെ കാട്ടിലേക്ക് തന്നെ കയറി പോകുമോ എന്നുള്ള അത്തരത്തിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുന്നിൽ കിട്ടിയാൽ, തക്കത്തിന് കിട്ടിയാൽ അതിനെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം തന്നെയാണ് നടത്തുന്നത്. RRT സംഘം ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ പരിശോധന പല ഭാഗങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് സുർജിത്ത് അയ്യപ്പത്താണ്.